ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. 2026 ഈ ഒരു വായനാ ദിനത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ക്ലാസ് രീതിയിൽ നമ്മൾ 6 വീഡിയോസായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് അതിനകത്ത് ചോദ്യവും ഉത്തരവും വെറുതെ പറഞ്ഞു പോകുന്നതല്ല, അതോടൊപ്പം ധാരാളം അഡീഷണൽ ഇൻഫർമേഷനും ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇതൊരു റിവിഷൻ പോലെയാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസിലും ഉണ്ടാവുന്നത് പോലെയുള്ള ബോണസ് ക്വസ്റ്റ്യൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്നാൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ് ബോണസ് ചോദ്യം. അതിന്റെ ഉത്തരം ആരൊക്കെയാണോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നത് അതിലുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിന്നറെ ഈ വീഡിയോയുടെ അവസാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരള ഗ്രന്ഥശാല നിയമം നിയമസഭ പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 1989. കേരള ഗ്രന്ഥശാല നിയമം അല്ലെങ്കിൽ കേരള ലൈബ്രറി ആക്ട് നിയമസഭ പാസാക്കിയ വർഷം 1989. രണ്ടാമത്തെ ചോദ്യം, ഡിജിറ്റൽ വായന സപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം ഈ പാഠശാല. ഡിജിറ്റൽ വായന കുട്ടികളിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് ഈ പാഠശാല. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്നത് ഇന്ദുലേഖയാണ്. ഒ ചന്തുമേനോനാണ് അത് രചിച്ചത്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ചന്തുമേനോന്റെ ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ചന്തുമേനോന്റെ ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഡി മെർഗ് എന്ന് പറയുന്ന ആളാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. കുറച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലിലാണ് ഈ ചോദ്യം ചോദിച്ച് കാണാറുള്ളത്. മൂന്നാമത്തെ ചോദ്യം, മാലി എന്ന തൂലികാ നാമത്തിൽ കുട്ടികൾക്കായി കഥകൾ എഴുതിയത് ആരാണ്? ഉത്തരം വി മാധവൻ നായർ. മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് എന്ന് ആരാണെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം എന്താണ്? വി മാധവൻ നായർ. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കപിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കപിലൻ എന്ന തൂലികാ നാമം ആരുടേതാണ്? കപിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കുട്ടിക്കൃഷ്ണ മാരാറാണ്. ആരാണ്? കുട്ടിക്കൃഷ്ണ മാരാറുടെ തൂലികാനാമമാണ് കപിലൻ. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം, മാധവിക്കുട്ടി ഇംഗ്ലീഷിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേര് എന്താണ്? മാധവിക്കുട്ടി ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഉപയോഗിച്ചിരുന്ന പെൻ നെയിം ഏതാണ്? മാധവിക്കുട്ടി അല്ലെങ്കിൽ കമല സുരയ്യ ഇംഗ്ലീഷിൽ കൃതികൾ എഴുതുമ്പോൾ ഉപയോഗിച്ചിരുന്ന തൂലികാനാമം അല്ലെങ്കിൽ പെൻ നെയിം കമലാദാസ് എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം കമലാദാസ്. അടുത്ത ചോദ്യം, PN പണിക്കരുടെ ജന്മദിനമാണോ ചരമദിനമാണോ വായനാ ദിനമായി ആചരിക്കുന്നത്? എളുപ്പമുള്ള ചോദ്യമാണ്. കൂടുതൽ പേർക്കും അറിയാമായിരിക്കും. എന്നാൽ അറിയാത്തവർ ഇപ്പോൾ തന്നെ ഓർത്തിരിക്കുക. PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. അതുകൊണ്ടാണ് നമ്മൾ വായനാ ദിനമായി അന്ന് ആചരിക്കുന്നത്. ജൂൺ 19 1995 അദ്ദേഹം അന്തരിക്കുന്നത്. അതിനുശേഷമാണ് 1996 തൊട്ട് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ചോദ്യം നമ്പർ 7, കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ എന്താണ്? കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതാണ്. ഇതും PN പണിക്കരുടെ വരികളാണെന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ ഈ വരികൾ തന്ന് ഇത് ആരുടേതാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉത്തരം PN പണിക്കരാണ്. ചോദ്യം നമ്പർ 8, വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ജൂൺ 19 മുതൽ ജൂൺ 25 വരെയുള്ള ഒരാഴ്ചക്കാലം കേരളത്തിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ചക്കാലം കേരളത്തിൽ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വായനാ വാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റീഡിംഗ് വീക്ക് എന്നൊക്കെ ഇതിനെ നമ്മൾ പറയാറുണ്ട്. ചോദ്യം നമ്പർ 9, ഫാദർ ഓഫ് ലൈബ്രറി സയൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ ലൈബ്രറി സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്?
ഫാദർ ഓഫ് ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറി സയൻസിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് SR രംഗനാഥനാണ്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം SR രംഗനാഥൻ. വീഡിയോയിലെ 10ാമത്തെ ചോദ്യം. ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചോദ്യം ഇതാണ്: ലോക സാക്ഷരതാ ദിനം എന്നാണ്? വേൾഡ് ലിറ്ററസി ഡേ എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 8-ാം തീയതി. ലോക സാക്ഷരതാ ദിനം അല്ലെങ്കിൽ വേൾഡ് ലിറ്ററസി ഡേ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കാണാറുണ്ട്. ഉത്തരം സെപ്റ്റംബർ 8-ാം തീയതിയാണ്. ചോദ്യം നമ്പർ 11. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ്. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ചോദ്യം ഇതാണ്: കുട്ടികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായ മാധവിക്കുട്ടിയുടെ യഥാർത്ഥ പേര് എന്താണ്? നമ്മൾ മാധവിക്കുട്ടിയുടെ ഇംഗ്ലീഷിലെ തൂലികാനാമം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പോയതാണ്. മാധവിക്കുട്ടിയുടെ യഥാർത്ഥ പേര് കമല സുരയ്യ എന്നാണ്. അറിയാത്തവർ പഠിച്ചിരിക്കുക. മാധവിക്കുട്ടിയുടെ യഥാർത്ഥ പേര് കമല സുരയ്യ. ചോദ്യം നമ്പർ 13. ലക്ഷക്കണക്കിന് കുട്ടികൾ വായിച്ചു വളർന്ന ഐതിഹ്യമാല എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഐതിഹ്യമാല ആരാണ് രചിച്ചത്? ഐതിഹ്യമാല എന്ന പുസ്തകം ആരാണ് രചിച്ചത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ചോദ്യം നമ്പർ 14. മലയാള സാഹിത്യത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടുന്നത് ജി ശങ്കരക്കുറുപ്പാണെന്ന് നമ്മൾ പലതവണ വീഡിയോയിൽ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? 1965 ജി ശങ്കരക്കുറുപ്പിന് ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ്. ഇതോടനുബന്ധിച്ച് മറ്റൊരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി പറഞ്ഞു തരാം. ജി ശങ്കരക്കുറുപ്പിന് ശേഷം അടുത്ത ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്, മലയാളത്തിൽ അടുത്തതായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് SK പൊറ്റക്കാടിനാണ്. അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് എന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹാരി പോട്ടർ പുസ്തക പരമ്പരയുടെ രചയിതാവ് ആരാണ്? നമ്മൾ ഒരു വീഡിയോയിൽ ബോണസ് ചോദ്യമായി ഈ ഒരു ചോദ്യം പറഞ്ഞതാണ്. ഹാരി പോട്ടർ പുസ്തക പരമ്പര അല്ലെങ്കിൽ സീരീസിന്റെ രചയിതാവ് JK റൗളിംഗ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചോദ്യമാണ്. വളരെ ഈസിയായ ചോദ്യമാണ് അടുത്തത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി പറഞ്ഞു തരാം. ജനഗണമന എന്ന് പറയുന്ന ഗാനം ഇന്ത്യയുടെ നാഷണൽ ആന്തമായിട്ട് സെലക്ട് ചെയ്യുന്നത് ജനുവരി 24, 1950 അടുത്ത ചോദ്യം. രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത പ്രശസ്തമായ കവിതാ സമാഹാരം ഏതാണ്? പല ക്വിസ് മത്സരങ്ങളിലും ഈ ഒരു ചോദ്യം പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത പ്രശസ്തമായ കവിതാ സമാഹാരത്തിന്റെ പേരാണ് ഗീതാഞ്ജലി. ഈ വീഡിയോയിലെ 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കുമാരനാശാന്റെ ഏറ്റവും പ്രശസ്തമായ വീണപൂവ് എന്ന കവിത ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം തന്നെയാണിത്. ഉത്തരം 1907. മഹാകവി കുമാരനാശാൻ ഈ ഒരു വീണപൂവ് എന്ന് പറയുന്ന കൃതി എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത്? 1907 അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പറ്റി പെട്ടെന്ന് പറഞ്ഞു പോകാം. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ഈ ഒരു ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വീഡിയോയിലെ 20ാമത്തെ ചോദ്യം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും ഈസി ആയതുമായ ചോദ്യമാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് നമ്മൾ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറഞ്ഞ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തന്നെയാണ്. 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുത്തച്ഛൻ.
നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. ആടുജീവിതം എന്ന പ്രശസ്തമായ ആധുനിക മലയാള നോവൽ എഴുതിയത് ആരാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് ആരാണ്? ഇതിന്റെ ശരിയായ ഉത്തരം MK മേനോൻ അല്ലെങ്കിൽ വിലാസിനി എന്ന അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ്. ഇനി ആരൊക്കെയാണ് ഈ ഒരു ശരിയുത്തരം കമന്റ് ചെയ്ത വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിന്നറായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ മുഹമ്മദ് ഫിറാഷ്, അതുപോലെ തന്നെ കൻസു സമാൻ, ആൽഫിയ, നവനീത്, ശ്രീകല രാകേഷ്, ഋതി ലക്ഷ്മി. കുറേയധികം കുട്ടികൾ ഇതിന്റെ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് തെറ്റാണ്. നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അവകാശികൾ എന്ന കൃതി രചിച്ച ആളുടെ പേരാണ്. അത് MK മേനോൻ അല്ലെങ്കിൽ വിലാസിനിയാണ്. നിങ്ങളെല്ലാവരും ഭൂമിയുടെ അവകാശികൾ ആരാണ് രചിച്ചത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് കമന്റ് ചെയ്തിരിക്കുന്നത്. ഭൂമിയുടെ അവകാശികളും രണ്ട് വ്യത്യസ്ത കൃതികളാണ്. ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി രചിച്ചിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. അത് ശരിയായ ഉത്തരമാണ്. പക്ഷെ നമ്മുടെ ചോദ്യം അവകാശികൾ എന്ന കൃതി രചിച്ചത് ആരാണ് എന്നാണ്. അതിന്റെ ഉത്തരം MK മേനോൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ വിലാസിനി എന്ന അദ്ദേഹത്തിന്റെ തൂലികാ നാമവും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഉത്തരം ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് തെറ്റാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി കാണുക. ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.